ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ത്യ മരണ ഗ്രൂപ്പിലാണ് പെട്ടിരിക്കുന്നത്. അഗ്നിപരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ. അപ്പോൾ ലോകകപ്പ് സൂപ്പർ 8 ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ഗ്രൂപ്പ് 1 തീപാറും പോരാട്ടങ്ങളിലേക്കാണ്. അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. ഇപ്പോൾ കപ്പെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത് വമ്പൻ സ്രാവുകളാണ്. പ്രാഥമിക റൗണ്ടിൽ എളുപ്പമുള്ള മത്സരങ്ങളും, അതായത് ഇപ്പോൾ ദുർബലരായിട്ടുള്ള ടീമിനോടൊപ്പമുള്ള കളിയും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കളി തോറ്റാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സംഭവമൊക്കെ അതൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ വിരാമമായി. ICCയുടെ സീഡിംഗ് പ്രകാരം സൂപ്പർ 8 ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരുടെ നെഞ്ചിടിപ്പ് ഏറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗ്രൂപ്പ് ഓഫ് ഡെത്ത് അഥവാ മരണ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത് മരണ ഗ്രൂപ്പ്? ടൂർണമെൻറ്റിലെ ഫേവറേറ്റുകൾ എന്ന് പറയാവുന്ന 4 ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വരുന്നു എന്നതാണ് ഇത് മരണ ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ചെറിയ പിഴവ് പോലും ടീമുകളുടെ സെമി ഫൈനൽ സ്വപ്നങ്ങളെ തകർത്തേക്കാം. ഇങ്ങനെയാണ് ഗ്രൂപ്പ് നില. ഗ്രൂപ്പ് 1 ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 1 ഗ്രൂപ്പിൽ ഇന്ത്യ, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക. ഈ പട്ടികയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ പോരാട്ടത്തിൻ്റെ ചൂട് മനസ്സിലാവും. ഇന്ത്യനെ സംബന്ധിച്ച് ബാറ്റിങ്ങിലും ബോളിങ്ങിലും സന്തുലിതമായിട്ടുള്ള ടീമാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കിരീടം ലക്ഷ്യമിടുമ്പോൾ ഈ ഗ്രൂപ്പിലെ ഓരോ മത്സരവും അവർക്ക് ഫൈനലിന് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ ടീം ഫോം ഔട്ടായ ഒരാളെ ടീം ചുമക്കുന്നത് പോലും അതിന് തക്കതായിട്ടുള്ള ഫലം അനുഭവിക്കേണ്ടി വരും, കനത്ത ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഭിഷേക് ശർമ്മ കണ്ടിന്യൂസ് ആയിട്ട് സീറോകളാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡക്കുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനെതിരായിട്ടുള്ള പ്രാക്ടീസ് അയാൾക്ക് കൊടുക്കാതെ അയാളെ വീണ്ടും ചുമക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഗ്രൂപ്പ് മത്സരമല്ല, ഇനി സൂപ്പർ 8 മത്സരങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കഴിവുള്ള ആൾക്കാരെന്നുള്ളതല്ല, ഇപ്പോൾ ഫോമിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യം. കളിക്കും, അതായത് ഇയാളുടെ ഒരു വീഴ്ചയിൽ നമ്മൾ അയാളെ തഴയരുത് എന്നുള്ള ടാഗുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബട്ട് നമുക്ക് വേൾഡ് കപ്പ് മുഖ്യമാണ് വികിലേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇയാൾ വീണിരിക്കുന്നു, അതുകൊണ്ട് ഇയാളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇയാളെയും കൊണ്ടിട്ട് നമ്മൾ അടുത്ത കളിയിൽ പോയി അടുത്ത കളിയിലും ഇയാൾ ഡക്കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, എന്ത് പറയാൻ പറ്റും? നമ്മളെ ഒരു വിക്കറ്റ് വെറുതെ വലിച്ചെറിയുന്ന പോലെയാണ് എനിക്ക് ഈ വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ഓരോ വിക്കറ്റും വിലപ്പെട്ടതാണ്. ഇപ്പോൾ ഇഷാൻ കിഷൻ അടിക്കും എന്ന് വിചാരിച്ചിട്ട് അഭിഷേക് ശർമ്മ ഔട്ടായി പോയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, ഇവിടെ എല്ലാവരും തുല്യമായിട്ട് ബാറ്റ് ചെയ്യേണ്ട ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കുക തന്നെ വേണം. അല്ലാതെ മുമ്പ് എൻ്റെ കാക്കായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ എന്താ പറയുക ബാക്കിൽ അതിൻ്റെ തഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നത് ഇത്രയാണ്, അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആണെങ്കിൽ അയാളെ ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള കടുത്ത പരിശീലനം നടത്താം, അല്ലെങ്കിൽ അയാളെ മാറ്റിയിട്ട് വേറെ ആളെ, ഇഷ്ടം പോലെ ആൾക്കാർ പുറകിലുണ്ട്. ഓക്കെ, ഇനി സിംബാബ്വെ. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഈ വേൾഡ് കപ്പിൽ സിംബാബ്വെയാണ്. ICC ടൂർണമെൻറ്റുകളിൽ സിംബാബ്വെ പോലെ അപകടകാരികളായ അട്ടിമറി വിജയമൊരുക്കുന്ന മറ്റൊരു ടീമില്ല. അട്ടിമറി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം അവരുടെ ടീമായതുകൊണ്ട് നമ്മൾ അട്ടിമറി എന്ന് പറയുന്നു. പക്ഷെ അവർ ബോളിങ്ങിലും ബാറ്റിങ്ങിലും അതിൻ്റേതായ ആധിപത്യം പുലർത്തിയിട്ട് തന്നെയാണ് അവർ ഓരോ കളിയും ജയിക്കുന്നത്. സോ അതിന് അട്ടിമറി എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. ഈ വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള അവരുടെ കഴിവ് അത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. ഇനി വെസ്റ്റ് ഇൻഡീസിലോട്ട് വരുമ്പോൾ T20 ഫോർമാറ്റിലെ രാജാക്കന്മാരാണ് വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ പണ്ടും അങ്ങനെ തന്നെയാണ്, പക്ഷെ അവർക്ക് ഭാഗ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക കൊമ്പൻ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ളത്. ബട്ട് ബട്ട് അതൊക്കെ ആയാലും ഇപ്പോഴും T20 ഫോർമാറ്റിലെ രാജാക്കന്മാർ വെസ്റ്റ് ഇൻഡീസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. വമ്പൻ ഷോട്ടുകൾക്ക് കൽപ്പുള്ള
നല്ല പവർ ഹിറ്റർമാരുടെ നിരയാണ് വിൻഡീസിൻ്റെ കരുത്ത്. അതായത് ഇപ്പോൾ എത്ര വലിയ സ്കോറായാലും അത് ചേസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. ദക്ഷിണാഫ്രിക്കയുടെ കാര്യമെടുക്കാം. എന്നും മികച്ച ടീമായിരുന്നിട്ടും നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം കിരീടത്തിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുകയാണ്. ഏത് വമ്പന്മാരെയും വീഴ്ത്താനുള്ള പേസ് പടയും പേസർമാരും സ്പിന്നർമാരും ദക്ഷിണാഫ്രിക്കയിലുണ്ട്. സോ അവരോട് മുട്ടുമ്പോൾ അവരുമായിട്ടാണ് ഇന്ത്യക്ക് ഇനി അടുത്ത മാച്ച് വരാൻ പോകുന്നത്. അപ്പോൾ അവരോട് മുട്ടുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടാനായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് ജയം സമ്മാനിക്കാൻ സാധിക്കുക. ഇപ്പോൾ ചേസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. സോ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ മറുവശത്തെ ഗ്രൂപ്പ് സെക്കൻഡ്, അവർ ഗ്രൂപ്പ് 2 ഒട്ടും മോശമൊന്നുമല്ല. മരണ ഗ്രൂപ്പ് ആണോ അല്ലയോ എന്നുള്ളതല്ല, ആ ഗ്രൂപ്പ് 2 ഒട്ടും മോശമൊന്നുമല്ല. എന്നാൽ ഗ്രൂപ്പ് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ ശക്തി സന്തുലനത്തിൽ ഒരല്പം വ്യത്യാസമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ടീമുകൾ ഇങ്ങനെയാണ്: ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക. 4 ടീമാണ്. ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും ഒരു വശത്തുണ്ട്. അതായത് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളാണ്. മറുവശത്ത് പ്രവചനാതീതമായ പാകിസ്ഥാനും അട്ടിമറികൾക്ക് കൽപ്പുള്ള ശ്രീലങ്കയും. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നത് ഏഷ്യയിലായതുകൊണ്ട്, ശ്രീലങ്കയിലും ഇന്ത്യയിലും ആയതുകൊണ്ട് മുൻതൂക്കം ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനുമായിരിക്കും. ഗാലറി സപ്പോർട്ടായാലും മറ്റ് എല്ലാ കാര്യങ്ങളിലും വെച്ച് മുൻതൂക്കം കിട്ടിയവർക്ക് തന്നെയായിരിക്കും. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒരു അറ്റാക്കിംഗ് പവർ ക്രിക്കറ്റിനെ, ആ അറ്റാക്കിംഗ് പവറുള്ള ക്രിക്കറ്റിനെ തളയ്ക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്താവും? ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും തങ്ങളുടെ അവനാഴിയിലെ എല്ലാ അമ്പും കുറിപ്പിക്കുന്നുണ്ടാവും. മരണഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് സെമിയിലേക്ക് കടക്കാൻ ഇന്ത്യക്ക് അസാധാരണമായ മികവ് തന്നെ പുറത്തെടുക്കേണ്ടി വരും. അമ്മാതിരി ടീമുകളുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഒരു കാരണവശാലും കുറഞ്ഞു കാണേണ്ട ഒരു ടീമല്ല സിംബാബ്വെ. മാനസികമായ ആധിപത്യം സ്ഥാപിക്കുകയാണ് പ്രാധാന്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ട് സിംബാബ്വെയെ സമ്മർദ്ദത്തിലാക്കണം. പിന്നെ വിൻഡീസിനെതിരെ എന്ന് പറയാനാണെങ്കിൽ പവർ പ്ലേ ഓവറുകളിലെ നിയന്ത്രണവും സ്പിന്നർമാരുടെ പ്രകടനവും നിർണായകമാവും. വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുമ്പോൾ നമുക്ക് ആദ്യം കളിക്കാനുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ്. അവരുടെ പേസ് ആക്രമണത്തെയും സൂക്ഷ്മതയോടെ നേരിടുകയും അവസാന ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇന്ത്യക്ക് ആധിപത്യം പുലർത്താൻ സാധിക്കും. വിധി നിർണായകമായ ദിനങ്ങൾ. ഈ സൂപ്പർ 8 മത്സരങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും മത്സരങ്ങളല്ല, കടുത്ത തീപാർന്ന പോരാട്ടങ്ങൾ തന്നെയായിരിക്കും. പിന്നെ അഭിമാന പോരാട്ടവും കൂടിയാണ്. ഈ പേപ്പറിലും തൊള്ളോണ്ടും ആർക്കാണ് കരുത്ത് എന്നതിലുപരി ഇപ്പോൾ ഈ കളിക്കളത്തിൽ ആര് സമ്മർദ്ദത്തെ അതിജീവിക്കുന്നുവോ അവരായിരിക്കും വിജയികൾ. ഇന്ത്യൻ ആരാധകർക്ക് വരാനിരിക്കുന്നത് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഈ അഗ്നിപരീക്ഷനെ അതിജീവിച്ചിട്ട് നീലപ്പട കിരീടത്തിലേക്ക് എത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.